കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നെതർലൻഡ്സിൽ മുടിഞ്ഞ വെയിലാണ്. നമ്മുടെ നാടിനെ വെല്ലുന്ന ഭയങ്കര വെയിലാണ്. നൈറ്റ് ഒരു 8-9 മണിയായിട്ടും വെയിലിനൊരു ശമനമില്ല. ശരി, ഓക്കെ, നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ട് വന്നതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു കടയിൽ ഭയങ്കര തിരക്ക്. എന്തായിരിക്കും ഈ തിരക്ക് എന്ന് നോക്കാനായിട്ട് വന്നപ്പോൾ നത്തിങ് ബട്ട് ഐസ്ക്രീംസ് ആണ്. നിങ്ങൾക്കറിയാലോ, വെയിൽ എത്രയും കൂടുന്നത് ഐസ്ക്രീം ഷോപ്സിന് അത്രയും നല്ലതാണ്. സോ ചെന്നൈയിലുള്ളപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പുറത്ത് ഐബാക്കിലൊക്കെ പോയിട്ട് ഐസ്ക്രീം കഴിക്കാറുണ്ട്. സോ ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടയിലോട്ട് വന്നത്. ഈ കടയിലോട്ട് വന്നപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസ് ഉണ്ട്. ഒരു ഐസ്ക്രീം ഇപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 to 3 euros ആണ് വരുന്നത്. അത് ബേസ്ഡ് ഓൺ അഗെയിൻ നമ്മൾ എത്രത്തോളം ഐസ്ക്രീമിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ വെറൈറ്റിക്കൊക്കെ അനുസരിച്ച് കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചോക്ലേറ്റ്, ഒരു വനില, ഒരു പിസ്ത, അങ്ങനെ 2-3 വെറൈറ്റിയിൽ കോൺ ഐസ്ക്രീംസ് വാങ്ങി. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഫാമിലീസ് ഇത് ജസ്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, ഫാമിലിയുടെ ഒരു ഔട്ടിംഗ് പോലെയാണ് ഇവർ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. പുറത്തൊക്കെ വന്നിരുന്നിട്ട്, കാരണം കടയ്ക്കകത്തിരുന്ന് ഐസ്ക്രീം കഴിക്കുന്ന ആളുകളെക്കാട്ടും കൂടുതൽ പുറത്തിരുന്നിട്ട് ഫാമിലി ആയിട്ട് സംസാരിച്ചിട്ട് ഐസ്ക്രീം കഴിക്കുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കൾച്ചറാണ് ഇവിടെ ഉള്ളത്. സോ ഐസ്ക്രീം കടയിൽ കച്ചവടം പൊടി പിടിക്കുകയാണ്. എനിക്കൊരു $6 to $7 ആയി. യൂറോ ആയി. ഞാൻ 3 ഐസ്ക്രീം വാങ്ങി. സോ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ക്യൂ ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുന്നു. ആളുകളുടെ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. റോഡിന് അതുവരെ ക്യൂ വന്നു. എന്തായാലും ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടൊക്കെ എന്ന് നോക്കാനായിട്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചു നോക്കി. ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര റിച്ചാണ്. കഴിക്കുമ്പോൾ നമ്മൾ പാല് പോലെയല്ല, ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അത് കുറച്ചും കൂടി ലാസ്റ്റിംഗ് ആണെന്ന് തോന്നി. എന്തായാലും ഇവിടുത്തെ ഐസ്ക്രീം കഴിച്ചിട്ട് ഇന്നത്തെ ഈവനിങ് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.